ഇതിപ്പോ എത്ര നേരമായി മീറ്റിംഗ് ആണ് അർജന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോറ് പോലും മുഴുവൻ കഴിച്ചില്ല. ഞാനാണെങ്കിൽ ഒരു മൂത്രം എടുത്തിട്ട് പകുതിക്ക് ഇട്ടിട്ട് പോന്നേക്കാണ്. അല്ല ടെസ്റ്റിങ്ങിനെ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. കഴിച്ചോ? ഓ നല്ല തിരക്കുണ്ടായി. എന്തിനാ വിളിപ്പിച്ചെന്നറിയാമോ? ഇല്ല സാറേ. വാക്സിൻ എടുത്തോ? ഏത് വാക്സിൻ? ഏത് വാക്സിൻ? എടോ കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തോ? ആ അത് എനിക്ക് എടുക്കണ്ടല്ലോ സാറേ. ആരോഗ്യ പ്രവർത്തകർ എല്ലാരും എടുത്തേ പറ്റൂ. അല്ല ഈ ലാബ് ടെക്നീഷ്യൻ ആരോഗ്യ പ്രവർത്തകരിൽ പെടും? പിന്നല്ലാതെ. എടോ ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും ആശാ വർക്കേഴ്സും എല്ലാരും ആരോഗ്യ പ്രവർത്തകരാണ്. അപ്പൊ നമ്മളാണ് ആദ്യം എടുക്കേണ്ടത്. അതെ. പ്യാരിയാതാ, ഞാനൊരു കാര്യം ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത്. താൻ സത്യത്തില് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പാസ്സായോ? അത് സാറേ അങ്ങനെ ചോദിച്ചത്. എന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഇവിടെ ഉള്ളതല്ലേ. സർട്ടിഫിക്കറ്റിന്റെ കാര്യമൊന്നും പറയണ്ട. അതൊക്കെ ഇപ്പൊ ഏത് പോങ്ങനെ വേണമെങ്കിലും എവിടെ നിന്ന് ഒപ്പിക്കാം. ഞാൻ ചെയ്യുന്ന റിസൾട്ട് ഒക്കെ ഇവിടെ കറക്റ്റ് അല്ലേ? സാറിനോട് അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. വാക്സിൻ എടുക്കണം എന്ന് പറഞ്ഞാൽ എടുക്കണം. അത് നിർബന്ധമായിട്ടും ആരോഗ്യ പ്രവർത്തകർ എടുക്കണം. അതെ. അല്ല ഞാനിന്ന് വീട്ടിൽ ചോദിച്ചിട്ട് എടുക്കാം സാർ. എന്തിനാ അതിന് വീട്ടിൽ ചോദിക്കണേ? സാറ് പറഞ്ഞ പിന്നെ അത് കേക്കണ്ടേ? ഹെൽത്ത് ഇൻസ്പെക്ടർ എടുത്തായിരുന്നോ? ഹെൽത്ത് ഇൻസ്പെക്ടർ എടുത്തായിരുന്നോ? ഞാനാ? ഇവിടത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ മണ്ടു അല്ലേ? അതെ. HI അതെ. എടുത്തായിരുന്നോ? ഇല്ല. എന്നിട്ടാണ് പിന്നെ ഇയാളെ ഉപദേശിച്ചേ? അല്ല സാറേ, ഇയാൾക്ക് അങ്ങനെ പ്രശ്നമില്ല. ഹസ്ബൻഡ് ഒന്നും പറയില്ലല്ലോ. എന്റെ ഹസ്ബൻഡ് സമ്മതിക്കണില്ല. ഹസ്ബൻഡ് എന്താ കുഴപ്പം? പുള്ളിക്ക് ഇഷ്ടല്ല വാക്സിൻ എടുക്കണത്. അദ്ദേഹം പറയണത് കേൾക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മണ്ടുവിന്റെ ഭർത്താവ് ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞാൽ പോവാതിരിക്കൂ? അങ്ങനെ അദ്ദേഹം പറയില്ല. അങ്ങനെ പറഞ്ഞു ഒന്ന് വെക്ക്. സാറേ പറയില്ല സാറേ. അല്ല ഒരു ദിവസം അങ്ങനെ പറഞ്ഞാലോ? സാറേ പറയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ സാർ അത് തന്നെ പറയണ എന്തിനാ? ഇല്ല, മണ്ടുവിന്റെ ഭർത്താവ് അങ്ങനെ പറഞ്ഞു. എന്റെ ഭർത്താവ് അങ്ങനെ പറയണ ആളല്ല. എനിക്കല്ലേ എന്റെ ഭർത്താവിനെ അറിയുള്ളൂ, സാറിന് അറിയില്ലല്ലോ. സാർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല. എങ്ങനെ ഉദ്ദേശിച്ചായാലും വാക്സിന്റെ കാര്യം പറഞ്ഞാൽ വാക്സിന്റെ കാര്യം, അല്ലാതെ എന്റെ ഭർത്താവിനെ ആരും കുറ്റപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല. എടുത്തോളും സാറേ, എടുത്തോളും. അല്ലാതെ നമ്മള് മാതൃകയാവണം. നമ്മൾ ആദ്യം എടുക്കണം. അതെ സാറേ, നമ്മള് കുറെ പേർക്ക് ഒരു ഫസ്റ്റ് ഡോസ് കൊടുത്ത് വിട്ടിട്ടുണ്ടല്ലോ. ഇനി അടുത്ത ഡോസിന് അവര് ജീവനോടെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എടുത്താൽ പോരെ എന്നാണ് മണ്ടു പറയണത്. എന്ത് മണ്ടത്തരമാണ് ഇതൊക്കെ? ആര് പറഞ്ഞതാണ്? നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഒരിക്കലും ഇങ്ങനെയുള്ള സംസാരം പാടില്ല. എന്നാ സാറേ എനിക്ക് വേറൊരു സംശയമുണ്ട്. സാധാരണ ഈ വാക്സിൻ എന്നൊക്കെ പറഞ്ഞ ഒരു 10-12 വർഷം ഗവേഷണം നടത്തി അത് ആൾക്കാരിൽ പരീക്ഷിക്കും, എന്നിട്ട് സൈഡ് എഫക്ട് ഉണ്ടോന്ന് മാറി നിന്ന് നോക്കും. അത് വിജയിച്ചു കഴിഞ്ഞാലാണ് ആളുകളിലേക്ക് എത്തുള്ളൂ. ഇത് ഈ 1 വർഷം കൊണ്ട് എങ്ങനെ സംഭവിച്ചു? അതെങ്ങനെ നമ്മൾ വിശ്വസിക്കും? അതാണ് എന്റെ പ്രശ്നം. പണ്ടത്തെ 24 മണിക്കൂറല്ല ഇപ്പോഴത്തെ 24 മണിക്കൂർ. ഇപ്പോഴത്തെ 24 മണിക്കൂറിന് വെറും 12 മണിക്കൂറിന്റെ ദൈർഘ്യമേ ഉള്ളൂ. അപ്പോ വാക്സിൻ എന്ത് ചെയ്യും? 10 വർഷമൊന്നും വേണ്ട, 1 വർഷം കൊണ്ട് ഇറക്കാം. സാറ് പറഞ്ഞത് കറക്റ്റാണ് മണ്ടു മാഡം. ഇപ്പൊ ഈ ബാഹുബലി സിനിമയില്ലേ, ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയത് 3 കൊല്ലം കൊണ്ടാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് 1 വർഷത്തിനുള്ളിൽ ഇറങ്ങിയില്ലേ. ടെക്നോളജി അത്ര സ്പീഡായേ. പറഞ്ഞതാണ് കാര്യം. ഇത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ. സിമ്പിൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആദ്യം വാക്സിൻ എടുക്കണം. നമ്മൾ വാക്സിൻ എടുത്ത് പബ്ലിക്കിന് ഒരു മാതൃകയാകണം. എന്നാലേ പൊതുജനങ്ങൾ ഇത് എടുക്കൂ. അല്ലെങ്കിൽ അവരും പേടിച്ചത് എടുക്കാതിരിക്കും. അല്ല സാറേ, പല രാജ്യങ്ങളിലും അവിടുത്തെ പ്രസിഡന്റുമാരും നേതാക്കന്മാരുമാണ് ഫസ്റ്റ് എടുത്തിട്ട് മാതൃക കാണിച്ചത്. നമ്മുടെ മന്ത്രിമാരും നേതാക്കന്മാരും ആദ്യം എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് എടുക്കാം. ഒരു കാര്യം ചെയ്യും, ചെന്ന് നേതാക്കന്മാരെ മന്ത്രിമാരെയൊക്കെ എടുപ്പിച്ചിട്ട് എടുത്താൽ മതി. 2 പേരെടുത്തായിട്ട് ഞാൻ പറയാം, അടുത്ത ഡോസ് മെഡിസിൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 2 പേരും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. സാർ എടുത്താ? വാക്സിൻ എടുത്തായിരുന്നോ? എടുത്തു. ഒരു കുഴപ്പമില്ലേ? എന്ത് കുഴപ്പം? എന്ത് കുഴപ്പം? അല്ല വേദന ഉണ്ടായിരുന്നോ? വേദന നമ്മളൊരു നോർമൽ ഇഞ്ചക്ഷന്റെ വേദന, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ? അല്ലാതെ എന്താ കുട്ടി പറയണേ? വേറെ എന്ത് കുഴപ്പം? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? എന്തോ സാർ ഒരു പിച്ചുംപേയും പറയണ പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഞാൻ എപ്പോഴും പറയണല്ലേ. വേറെ ഒരു കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. അപ്പൊ എപ്പോ എടുത്ത് സാർ ഇത്? ഞാൻ എടുത്ത് പിന്നെ 3 ആഴ്ച മുമ്പ്. വാക്സിൻ ഇപ്പോഴല്ലേ വന്നേ? ഇല്ല, 3 ആഴ്ച മുമ്പ് കൊടുത്തു തുടങ്ങിയിട്ടില്ലല്ലോ. അല്ല 2 ആഴ്ച മുമ്പ്. ഇല്ല, കഴിഞ്ഞ ആഴ്ച. സാർ ശരിക്കും എപ്പോഴാ വാക്സിൻ എടുത്തത്? ഞാനേ സത്യം പറയാലോ, ഞാൻ എടുക്കാനായിട്ട് അവിടെ ചെന്നതും ലാസ്റ്റ് ഡോസ് തീർന്നു.
അപ്പൊ സാറ് എടുക്കാതെയാണോ ഞങ്ങൾ ഈ ഫയർ ചെയ്തേ? ഒന്ന് എന്റെ ഭാര്യ എന്നെ പറഞ്ഞ് പേടിപ്പിച്ച്, ആ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തതാ. അതാണ്. ഇല്ല, ഭാര്യ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. അപ്പൊ അടുത്ത ഡോസ് വന്നു കഴിഞ്ഞാൽ സാർ ആദ്യം എടുക്കും, എന്നിട്ട് ഞങ്ങൾ എടുക്കും. അതെ, ഞാനൊരു മൂത്രത്തിന്റെ പണിയിലാണ്. പോയിക്കോട്ടെ സാറേ. സാറേ എന്നാ പിന്നെ ഞാനും മീറ്റിംഗ് കഴിഞ്ഞില്ലേ? ഇനി ഒന്നും പറയാനില്ലല്ലോ? ശരി സാർ, താങ്ക് യു. മീറ്റിംഗ് വിളിക്കണ്ട. അല്ല സത്യേട്ടാ, ശീതളിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം എന്തായി? എന്താ ഇത് പറഞ്ഞു? ശീതളം ഇവിടെ അല്ലേ ജോലി ചെയ്യണം, അവന്റെ ഭാര്യക്കല്ലേ ട്രാൻസ്ഫർ? ഭാര്യക്കാണ് ട്രാൻസ്ഫർ. എന്തായി അത്? അത് ശരിയായി. അത് പോ, അവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. ശരി. കാസർഗോഡല്ലേ ഇരുന്നോള്? കാസർഗോഡ്. അല്ലാന്ന് അപ്പൊ കാസർഗോഡ് നിന്ന് വരുമ്പോ ഇവിടെ എത്തിയാ ഒരു ക്വാറന്റൈനിൽ ഇരിക്കണ്ടേ? അതെന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. എന്താ? അതായത് കാസർഗോഡ് കേരളത്തിലല്ലേ? അത് നേരാ. തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുമ്പോഴല്ലേ? അതാ വേണ്ടു. അല്ല, ഞാൻ ഈ കാസർഗോഡ് കർണാടകയിലാന്ന് വിചാരിച്ചതാ. ഇന്നലെ പോയില്ലേ? എന്താണ്ടാ വീട്ടിലേക്കൊന്നും പോയില്ലേ? ഇന്നലെ വെച്ച അതേ ഇരിപ്പാണ്. ആ കുപ്പായം വരെ മാറ്റിയില്ല. അത് ഇവര് കുപ്പായം മാറ്റില്ലേ? വിവരമുള്ള ആൾക്കാരൊന്നും എപ്പോഴും കുപ്പായം മാറ്റില്ല. നമ്മളെ പോലുള്ള ആൾക്കാരാണ് കുളിക്കും ചെയ്യും കുപ്പായോ പറ്റും. സത്യേട്ടാ, ഓ, എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഞാൻ വീട്ടിലേക്ക് പോകൂല. അതിപ്പോ എന്താണ് അങ്ങനെ ഒരു ചോദ്യം? അതെ, എന്താ അത്? കോവിഡ് ഉണ്ടോ ഇല്ലയോ? അതപ്പോ അങ്ങനെ ഒരു ചോദ്യം? കോവിഡ് ഉണ്ടല്ലോ. ചില അറിവുകള് വസ്തുതക്ക് നിരക്കാത്തതാണ്. പല അറിവുകളും അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതൊരു പോയിന്റ്. ഏത്? അലപ്പോ പറഞ്ഞില്ലേ, കൂരിരുട്ടെന്ന് വരുന്നത്? അജ്ഞത പറയണതേ കൂരിരുട്ടാണ്. എടാ, കോവിഡ് ദുനിയാവില് മുയിമുണ്ട്. ഏത് ദുനിയാവും? അമേരിക്കയിലില്ലേ? ചൈനയിലില്ലേ? പിന്നെ സൗദി അറേബ്യയിലില്ലേ? ഇത് നിങ്ങളെ വായിന്ന് കേൾക്കാൻ വേണ്ടി മാത്രാണ് ഇന്നലെ വീട്ടിൽ പോവാണ്ട് ഈ സമയം വരെ ഇവിടെ നിൽക്കുന്നത്. ചൈന കമ്മ്യൂണിസ്റ്റം, അമേരിക്ക മുതലാളിത്തം, സൗദി അറേബ്യ രാജഭരണം. അതെ, ഇവർ മൂന്ന് കൂട്ടരും ആയുധങ്ങൾ കൊണ്ടും കുപ്രചനങ്ങൾ കൊണ്ടും മനുഷ്യരാശിയെ കൊന്നൊടുക്കാൻ ഒന്നിച്ചു നിൽക്കും. അതിനവർ ഇല്ലാത്ത രോഗങ്ങളെ കുറിച്ചും ഇല്ലാത്ത വൈറസിനെ കുറിച്ചും പറഞ്ഞ് പേടിപ്പിക്കും. എന്തിന്? ഇതൊക്കെ ചോദിക്കേ. എന്തിനാണ്? സത്യേട്ടൻ ചോദിക്കേ. എന്തിന് പറയുന്നീ? സുഖതട്ടൻ ചോദിക്കേ. എന്തിനാന്ന് പറയടാ. അവർക്ക് അവരുടെ വാക്സിൻ വിറ്റഴിക്കണം, മനുഷ്യരാശിയെ നശിപ്പിക്കണം. അതാണ് അവരുടെ ഉദ്ദേശം. അതെല്ലേ? അപ്പൊ ഉണ്ണിയേ, അപ്പോ ഈ വാക്സിൻ എടുക്കണ്ടതാ നീ പറയണേ? വാക്സിൻ എടുത്താൽ നിങ്ങൾ ഇഞ്ചിഞ്ചായി മരിക്കും. സാമ്രാജ്യത്വ ശക്തിയുടെ അജണ്ടയാണത്. ബോധം കെട്ടിട്ട് ഓരോന്ന് പറയാണ് സത്യേട്ടാ. വിവരമില്ലാത്ത നിരക്കാണ് അവൻ പറയണതിൽ കാര്യമുണ്ട്. എന്ത് കാര്യം? എന്ത് കാര്യമില്ലേ? എന്ത് കാര്യമുള്ള? ഒരു കാര്യമില്ലേ? എന്താണ്ടാ നീ പറഞ്ഞോണ്ടിരിക്കണത്? എന്താ നിങ്ങൾ പറയണേ? അതെ, ഓൻ പറഞ്ഞതാണ് അതിന്റെ ശരി. അത് എടുക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലാണ്ട് ഓരോരുത്തരും ഇങ്ങനെ പറയണത് കേട്ടിട്ട് നമ്മൾ അതിന്റെ പിന്നാലാണ് പോവാന്ന് പറഞ്ഞാല് എന്ത് പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണ്ടെന്നാ? എന്തിനാന്ന്? എന്റെ ദേഹത്ത് എന്തായാലും ഞാൻ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കണില്ല. എന്താ സത്യേട്ടാ ഈ പറയും? അത് നമുക്ക് അറിയാഞ്ഞിട്ടാണ്. ഇത് സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ട തന്നെയാണ്. അതിൽ ഒരു തർക്കൂല. എന്റെ ദേഹത്ത് എന്തായാലും അവര് കുത്തിവെച്ചാൽ അത് നടക്കില്ല. അവര് നാണിച്ച് പോവുള്ളൂ. അതപ്പോ ഈ എടുത്തിയാടി പറയുന്നത് കേട്ടിട്ടൊന്നും വെറുതെ. ഞാൻ ഇവനുമായിട്ട് കുറെ ദിവസങ്ങളിലായിട്ട് ഇതിന്റെ ചർച്ചയിലാണ്. അവനാണ് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത്. പോയിക്കോ, ഞാനവിടെ ഇറങ്ങാണ്. ശരി, ചക്കൻ വന്നിട്ടുണ്ടാവേ. അതെ, സത്യേട്ടൻ പറയണമെന്ന് കേൾക്കണ്ടാ. പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവര് വിളിക്കണമെന്ന് പോയിട്ട് കുത്തിവെപ്പ് എടുക്കാൻ നോക്കും. അവര് കുത്താൻ വന്നാലേ അത് എന്റെ ദേഹത്ത് കേറില്ല. വെറുതെ തമാശ കളിക്കില്ല. കുത്തിവെപ്പ് നോക്ക്. ആരോടാ സുഖത പറയുന്നത്? സത്യേട്ടനോടോ? നീ എന്ത് തോന്നിയാസടാ ഈ പറയണ? വയസ്സായ ആൾക്കാരെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക. ഇവിടെ പറഞ്ഞു വേറെ പോയി പറഞ്ഞാണ്ടല്ലോ എന്റെ മേത്ത് കയ്യൊക്കെ ആൾക്കാർ കേട്ടോ. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചോണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ പടർന്നുകൊണ്ടിരുന്ന രാജ്യം തന്നെ നശിക്കും.
നിന്റെ കുത്തിവെപ്പ് എടുക്കണ്ടെന്നാ നീ പറയണേ? ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് വസൂരി എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടായിരുന്നു. മുതുക്കാൻ ഓർമ്മല്ലേ? പിന്നെ ഇവനതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. വസൂരി വന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചിട്ട് ഒരാള് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന രോഗികളെ. ആ രോഗം ഇപ്പൊ നാട്ടിലുണ്ടാ? പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയിട്ടില്ലാതെയായി. അതുപോലെ തന്നെ പോളിയോ. ഇന്ന് പോളിയോ പറഞ്ഞ അസുഖം ഉണ്ടാ? മന്ദിന് ഇതുപോലെ പ്രതിരോധ കുത്തിവെപ്പ് ഉണ്ട്. പക്ഷെ ഇവനെ പോലെ പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടേ ഇന്ന് പലരും എടുത്തിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, സീരിയസ് മനസ്സിലാക്കാണ്ട പലരും വഴിതെറ്റിക്കാൻ നടന്നിട്ടില്ല. എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. വേണ്ട, എന്റെ പ്രാന്ത് കാണിക്കല്. ഓൻ ഭ്രാന്ത് പറയല് തന്നെയാ. കണക്കായിട്ട് വിഷം മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഈ ആശാഭാരത സംസ്കാരത്തെ വേരോടെ പിഴുതെറിയാൻ വന്ന മണ്ടന്മാർ തിരിച്ചറിയാൻ പറ്റില്ല. പൊട്ടക്കണത്തിലെ തവളകൾ. ആ വാ. പാവം, അവന് തിരിച്ചറിയും. എന്ത് പറഞ്ഞത്? എന്താന്ന് ഈ പറഞ്ഞത്? 3 മാസത്തെ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് കൊടുത്തു. പിന്നെന്താണ്? എപ്പോഴാ അതെ, അതിന്റെ അതാ ഞാൻ പറഞ്ഞത്. ആ കബോർഡ് കേട് വന്നത് നമുക്ക് എന്താ പറഞ്ഞ കാര്യം? പിന്നെ ഉപയോഗിക്കുമ്പോ സാധനങ്ങൾ കേട് വരില്ലേ? എന്താ മിണ്ടായിക്കാച്ചാ നിങ്ങള് കാര്യം പറഞ്ഞേ. എന്താണ്? 9,000 രൂപ കിട്ടിയത് എന്താണ്? 18,000 രൂപ കൊടുത്തപ്പോ ഇയാൾ പകുതി കാശ് മേടിച്ചു വെക്കണം. എന്താണ്? പിന്നെ പെയിന്റിങ് ഉണ്ടാവില്ലേ? വേറെ ആൾക്കാർ കൊടുക്കുമ്പോ അവരുടെ കാശ് മേടിച്ചിട്ട് ചെയ്യട്ടെ. കാര്യം പറയടാ, കാര്യം പറയാം. ശരി ഓ ശരി, ആയിക്കോട്ടെ. വെറുതെ ആയിക്കോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ആഴ്ചയാണ് വരിക്കുന്നത്. ഞാൻ ബാക്കി ഞാൻ വന്നിട്ടേ ഞാൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ശരി ആന്നാ വെക്കുന്നേ. ശരി. ആര് എന്തൊരു കബോർഡ് വാങ്ങണ്? ഒന്നുമില്ലാച്ചാ വനജ വരുന്നുണ്ട്. അതെയോ? സമാധാനം. അപ്പൊ ട്രാൻസ്ഫർ കിട്ടി? കിട്ടി. ഇത്ര അപ്പൊ അവർക്ക് എന്താ കുറച്ച് ഫയലൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞ പിന്നെ അവിടുന്ന് റിലീവ് ആവാന്നാ പറഞ്ഞത്. നന്നായി. സമാധാനായാലും ഇപ്പൊ സമാധാനമൊക്കെ ആയി. പക്ഷെ അപ്പൊ അതല്ല ഞാൻ ആലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട്. അതൊരു എന്തിനാ ചോദിച്ചാ കുട്ടികളല്ലേ. എന്താ ഇതിന് കുഴപ്പം? എന്താ കുഴപ്പമെന്ന് ചോദിച്ചാ കുട്ടിയായിട്ട് ഇവിടെ വന്ന് എന്താവും സ്ഥിതി എന്നാ ഞാൻ ആലോചിക്കണത്. എന്താ ഇവൻ പറഞ്ഞു കൊടുക്കണ എനിക്ക് മനസ്സിലാവണില്ല. എടാ, നീ ഇവിടെയും അവളവിടെയും ഇങ്ങനെ എത്ര കാലമായിട്ട് കഴിയണം? ഇതിപ്പോ വരികയാണെങ്കിൽ എനിക്ക് കുട്ടീനെ കളിപ്പിച്ചവിടെ ഇരിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് സുഖമായിട്ട് ജോലിക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ ചെയ്തൂടെ? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല അച്ഛതാ ഈ കാണുന്ന തിന്നൊക്കെ നിറങ്ങിയിട്ടാണ് ഇവിടെ വരുന്നത്. ആ മന്മഥൻ ഉണ്ണി ഇതൊക്കെയാണ് നിങ്ങളുടെ കൂട്ട്. ഇവരെല്ലാവരുടെ അടുത്തും കയറി ഇറങ്ങി നടന്നിട്ടേ ഇവിടെ വരുമ്പോ കുട്ടി ഉണ്ടെങ്കിൽ എന്താവും സ്ഥിതി? ഞാൻ വെറുതെ അതിലും ഇതിലും പോകുന്നില്ല. അവിടുന്ന് പുറത്തേക്കാണ് ഇറങ്ങുമ്പോ അതാ നോക്ക് അസലായിട്ട് മാസ്ക് വെച്ചിട്ടാണ് പോണ്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഇറങ്ങി പോവല്ല വിവരമില്ലാത്ത ആൾക്കാരെ മാതിരി. വിവരമുള്ള ആള് ഇത് എവിടെയാണ് മാസ്ക് വയ്ക്കുന്നത്? താഴെ മുകളിലല്ലേ? അല്ലാണ്ട് പിന്നെ മൂക്കും പായും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ശ്വാസം പൂട്ടില്ലേ? അപ്പൊ പിന്നെ എന്തിനത് വയ്ക്കുന്നത്? അത് സർക്കാർ പറഞ്ഞ് കേൾക്കുക പോകണം, എനിക്ക് ശ്വാസം കൂട്ടണം. അത് തന്നെയാ വഴി. നല്ല സ്ഥലത്തേക്ക് വിറ്റുകൾ വരുന്നത് എന്തായി തീരുന്നാവോ? നിന്റെ ഈ ബേജാറാണ് ഇതെല്ലാത്തിനും കുഴപ്പത്തിന് കാരണം, വേറെ ഒന്നുമല്ല. എന്റെ ബേജാറപ്പ കുഴപ്പം, അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ കാണിച്ചു കൂട്ടണമെന്നല്ല. അല്ല നിനക്ക് കാര്യങ്ങൾ അറിയാനായിട്ട്. എന്ത് കാര്യം? മനുഷ്യന്മാരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടയാണ് ഇതിന്റെ പിന്നില്. അത് നിനക്ക് അറിയില്ല, മനസ്സിലായിക്കോ. ആ അച്ഛനാ പറഞ്ഞിരുന്നു. അതെ അച്ഛാ, അതാ നോക്കി പ്രായമായവർക്കുള്ള വാക്സിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നാളെ പോയിട്ട് അതൊന്നും എടുക്കിട്ടോളി. ഞാനാ? പിന്നെന്താണ്? ഞാൻ എടുക്കില്ല. എന്താണ്? എനിക്ക് വേണ്ട. ഞാൻ ഇഞ്ചിച്ചായിട്ട് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതാണ്. എന്താ ഈ പറയണത് നിങ്ങള്? എന്താ പറഞ്ഞ എടുക്കില്ല. അതന്നെ എടുക്കില്ല എന്ന് പറഞ്ഞ പിന്നെ ആ കുട്ടീനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. എന്നെ കുട്ടിയെ കൊണ്ടാ പറ്റില്ല. വേണ്ട, നീ അങ്ങോട്ട് പോയിക്കോ. പറഞ്ഞാലും മനസ്സിലാവാത്ത നിങ്ങക്ക്. അതെ അച്ഛാ, താൻ നോക്ക് പഴയ കാലിലട്ടോളി. 21-ാം നൂറ്റാണ്ടാണ്. അതിന് ആളുകളൊക്കെ പുഴുത്തിയാവും. അതാണ് പുരോഗമന ചിന്താഗതിക്കാരാണ്. അതിന്റെ ഇടയ്ക്ക് വെറുതെ പിന്തിരിപ്പൻ ചിന്താഗതിയായിട്ട് നടക്കണ്ട നിങ്ങള്.
വാക്സിൻ എടുത്തോളൂ ഈ മര്യാദക്ക്. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശീതള, ആ വാക്സിൻ ഞാൻ എടുക്കില്ല. എന്താ നിങ്ങൾ എടുക്കാത്തത്? എന്നാ ഞാൻ കാസർഗോഡേക്ക് പോവാ. നീ കാസർഗോഡേക്ക് പോക്കടാ. ഹാ, അത് ശരി, നീ കാസർഗോഡേക്ക് പോകണമെങ്കിൽ പോക്കോ. അല്ലെങ്കിൽ നിന്നെ കണ്ടിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും ഇവിടെ, ഒറ്റയ്ക്ക് താമസിക്കും ഞാൻ. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് പുഴുത്ത് ചാവും, നാറും. അപ്പൊ വലിച്ച് കുഴിച്ചിടാൻ വേണ്ടി വന്നാൽ മതി കേട്ടോ. അഴുത സ്വന്തം താന്തയോടും കുടുംബത്തിനോടല്ല സ്നേഹം, സാമ്രാജ്യത്വ ശക്തികളോടാണ്. നായകള് ആ ഉണ്ണിയുടെ പകുതി വിവരമുണ്ടായാൽ മതിയായിരുന്നു. പോത്തുകൾക്ക് വെറുതെ തിന്നാ കൊടുക്കും. എന്താ ചെയ്യാ, ഞാൻ എവിടെയൊക്കെ പോയിട്ട് കണ്ണി കണ്ടൊക്കെ കേട്ട് വന്നിരിക്കുകയാണ്. അന്ത മുന്നല്ലാണ്ട് ഇത് ചത്തുപോയാ എന്ത് ചെയ്യും ഞാന്?